രസം ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. കഷ്ണങ്ങളാക്കി എടുത്ത തക്കാളി കൈ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് വറ്റൽമുളക്, കുരുമുളക്, മല്ലി, നല്ല ജീരകം, അല്പം മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും ഒന്ന് അരച്ചെടുക്കണം. ഇനി നേരത്തെ തിളപ്പിക്കാൻ വെച്ച പുളിവെള്ളത്തിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ചേർത്ത് നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയില കൂടി ചേർത്ത് ഗ്യാസ് ഓഫാക്കാം. ഇനി രസപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. താളിച്ച് ചേർക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് താളിച്ച് രസത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള രസം തയ്യാറായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.